Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരാഗ്രഹത്തിന് വേണ്ടി ഒരുപാട് തീവ്രമായി എഫേർട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി ഫാസ്റ്റാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് സെലിബ്രേറ്റ് യുവർ ലിറ്റിൽ വിൻസ്. ഒരു പക്ഷേ നമ്മളൊരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം ആയിരിക്കും മുമ്പിൽ കാണുന്നത്. ആ ഒരു കാര്യം നേടുന്നത് വരെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങളൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക്. അങ്ങനെ ചെയ്യരുത്. പകരം ചെറിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ വിജയിച്ച് അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് വിൻ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അത് നമുക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ആ ഒരു ബിഗ് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിൽ എത്തുന്നത് വരെ മറ്റൊരു കാര്യവും സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന രീതിയിൽ തിങ്ക് ചെയ്യരുത്. പകരം ചെറിയതാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2, നിങ്ങളുടെ ബോഡിയെ എനർജറ്റിക് ആയി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തുകൊണ്ട് ലൈഫിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ കുറെ കൂടി ഫാസ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. 3, ബോഡി എനർജറ്റിക് ആയി നിലനിർത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൈൻഡ്. സോ നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കുറെ കൂടി ടയേർഡ് ആവാതെ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മളെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ മൈൻഡിനെയും പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനും ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള റിലാക്സേഷൻ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ക്ലാരിറ്റിയോട് കൂടി തിങ്ക് ചെയ്യാനും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കും. മാത്രമല്ല കുറെ കൂടി എനർജറ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. സോ ബോഡി എനർജറ്റിക് ആയി കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മൈൻഡും എനർജറ്റിക് ആയി കീപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ബ്രേക്ക് എടുക്കുക. അതല്ല പുതിയ എന്തെങ്കിലും ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 1, നിങ്ങളുടെ ഗോള്, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടായിരിക്കും. അതിലേക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറെ കൂടി ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ഇല്ലേ, അത് ഡെയിലി റൈറ്റ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഡെയിലി വായിക്കുന്നതിന് വേണ്ടിയിട്ടോ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ജേർണൽ കീപ്പ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എഴുതാനോ വായിക്കാനോ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് മെഡിറ്റേഷൻ ആയിരിക്കും, ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി കിട്ടാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, വിഷ്വലൈസേഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്നതായിക്കോട്ടെ, റീഡ് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മനസ്സിൽ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രീമിനെ നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യമില്ലേ, അത് നേടുന്നതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇങ്ങനെ ബിഗ് ആയിട്ട് ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്